ഹായ് ടീച്ചേഴ്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? സുഖാണല്ലോ അല്ലെ? ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ വേറൊരു ടീച്ചറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് ടീച്ചറാണ് ഷിഫ്ന. ഷിഫ്ന പിന്നെ 8 ഇയേഴ്സ് കരിയർ ഗ്യാപ്പ് ഉള്ള ടീച്ചറാണ്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വന്ന് 3 മന്ത്സിന്റെ ഉള്ളിൽ ആൾക്ക് ജോബ് കിട്ടി. ആള് കൊടുത്തുള്ള ഫസ്റ്റ് ഇന്റർവ്യൂ ആള് സെലക്ഷൻ കിട്ടി. അങ്ങനെ ടീച്ചറുടെ ഒരു കരിയർ ജേണിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ HBAT ട്രെയിനിങ് കോഴ്സ് ഒക്കെ എടുത്ത് അപ്പോൾ എങ്ങനെയാണ് ഷിഫ്നയുടെ ഒരു ഇന്റർനാഷണൽ ജോബിലേക്കുള്ള ഒരു കരിയർ ജേണി നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഞാൻ കുറെ സമയം കളയുന്നില്ല കേട്ടോ, നമുക്ക് ഷിഫ്നയിലേക്ക് പോകാം. ഷിഫ്ന നാട്ടിൽ നിന്ന് എവിടെയായിരുന്നു, എങ്ങനെയാണ് ഒരു കരിയർ ജേണി, ഒന്ന് നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടി ഒന്ന് പറയൂ. ഓക്കെ മാം. ഞാൻ Yeah, നാട്ടിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ ആമ്പൂലാണ് ഉള്ളത്. അങ്ങനെ എത്ര എന്റെ മാസമായി ഇവിടെ എത്തിയിട്ട്? ഫസ്റ്റ് ഞാൻ വന്നിട്ട് 3 മന്ത് ആവുന്നേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞോളൂ. ഫസ്റ്റ് എങ്ങനെയായിരുന്നു ജോബ് അതേപോലെ തന്നെ ഫസ്റ്റ് സെർച്ചിങ്? ഇന്റർവ്യൂ ആണ്. എങ്ങനെയായിരുന്നു ജോബ് സെർച്ചിങ്? എങ്ങനെയാണ് മെജൂസ് പാർക്കിനെ കുറിച്ച് അറിഞ്ഞത്? എങ്ങനെയായിരുന്നു ജോബ് സെർച്ചിങ്, മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ മുന്നേ ഇവിടെ വിസിറ്റിംഗ് വിസയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇവിടെ ഒരു സ്കൂളിൽ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു വിസ ഇല്ലാണ്ട് ഇക്കാം അല്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് വിട്ടു, അത് നടക്കൂല. ഇനിയിപ്പോ വിസ എടുക്കുന്നതിനെ കുറിച്ചിട്ടൊന്നും അന്ന് ചിന്തിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ നാട്ടിൽ പോയി. അങ്ങനെ നാട്ടിലെത്തിയതിനു ശേഷമാണ് ഞാൻ ചിന്തിച്ചത് അവിടെ നിന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഒക്കെ കൂടെ കുട്ടികൾ മക്കൾ ആ ലൈഫ് ഇവിടെ നാട്ടിൽ നിൽക്കുമ്പോൾ കിട്ടുന്നില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇനിയിപ്പോ ട്രൈ ചെയ്യാ, അങ്ങനെ ഒരു മൈൻഡ് വന്നിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോ അന്ന് മാം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അന്ന് ഞാൻ മാമിനെ കാണാൻ തുടങ്ങിയത്. അങ്ങനെയാണ് മാമിന്റെ ഓരോ വീഡിയോസ് ഒക്കെ കണ്ട് മാമിന്റെ ട്രെയിനിങ് കോഴ്സ് എടുത്തു. ഇന്റർനാഷണൽ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് എടുത്തു. ഫസ്റ്റ് അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണേ. അങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ മാമിനോട് അന്നേ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളതൊക്കെ ചോദിച്ച് അങ്ങനെയാണ് ഞാൻ മാസ്റ്റർ ടെഫഡസോൾ ആ ടൈമിൽ വന്നപ്പോ അതെടുത്തു. അങ്ങനെ പിന്നെ നിന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കമ്പ്യൂട്ടർ എനിക്ക് അറിയില്ല. ഞാൻ 10th വരെ ഞാൻ സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു. LKG UKG പോലും പഠിച്ചിട്ടില്ല. സാധാരണ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു വന്നു. അങ്ങനെ ഇംഗ്ലീഷ് +2 കഴിഞ്ഞ എന്തോ അങ്ങനെ അങ്ങനെ ഇംഗ്ലീഷ് എടുത്തു. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ BEdഉം PG ഉണ്ട്. അങ്ങനെ നിന്ന് എന്നാലും നമ്മളെ നാട്ടിൽ നിന്ന് എടുത്തതല്ലേ, ഇവിടത്തെ വെച്ച് നോക്കുമ്പോ ഇവിടത്തെ ലാംഗ്വേജ് ആ സ്കില്ലൊന്നും നമുക്ക് എത്തുന്നില്ല. അപ്പോ ഞാൻ എന്ത് ചെയ്തു, ഇനിയിപ്പോ വരാനുള്ള അടുത്ത സ്റ്റെപ്പ് നോക്കണല്ലോ. അങ്ങനെ ഞാൻ ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് ചേർന്നു. 2 മന്ത് സാധാരണ നാട്ടിൽ തന്നെയുള്ള ഒരു കമ്പ്യൂട്ടർ കോഴ്സിൽ വന്ന് 2 മന്തിന്റെ ഒരു കോഴ്സ് എടുത്ത് അങ്ങനെ കമ്പ്യൂട്ടർ ഒക്കെ പഠിച്ച് ആ സമയത്ത് ഹസ്ബൻഡ് ലാപ്ടോപ്പ് ഒക്കെ വാങ്ങി തന്നു. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ അതിനുശേഷം ഞാൻ വിചാരിച്ചു ഇംഗ്ലീഷ് ഒന്ന് ഫ്ലുവന്റ് ആവണ്ടേന്ന് വെച്ചിട്ട് ഒരു ഇംഗ്ലീഷിന്റെ ഒരു കോഴ്സിന് ചേർന്നു. അത് ഞാൻ സ്പീക്ക് ഈസി, ചിലർക്കൊക്കെ അറിയായിരിക്കും. അവിടെ പോയത്, അവിടെ എനിക്കൊരു നല്ല മാമിനെ കിട്ടി. അവിടെ നിന്നും നല്ല ഉഷാറായിട്ട് കുറച്ചൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അങ്ങനെ പിന്നെയാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ വിസ എടുത്ത് വരാന്നുള്ള തീരുമാനം പിന്നെ എടുക്കുന്നേ. അങ്ങനെ ഇവിടെ എത്തി. അൽഹംദുലില്ലാ 3 മന്ത് ആവുന്നേ ഉള്ളായിരുന്നു. അപ്പോഴേക്കും ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. എങ്ങനെയാണ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ എനിക്കൊരു ജോബിന്റെ? അവിടെ നിന്ന് മാം ഡെമോ കഴിഞ്ഞ ആ കണ്ടിന്യൂ ചെയ്തോളൂ. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു അവിടെ നിന്ന് ഡെമോ ചെയ്തപ്പോ ഞാൻ മാമിന്റെ ക്ലാസ് ഒക്കെ കേട്ടിട്ടാണല്ലോ പോകുന്നത്. മുനിയറ മാമിന്റെ കേട്ടിട്ട് പോയോണ്ട് എനിക്ക് A to Z അറിയാം അവിടെ എന്തൊക്കെ ചെയ്യണം, അവരെന്തൊക്കെ ചോദിക്കും. അതുകൊണ്ട് ഇന്റർവ്യൂവിനെ അത്ര ടെൻഷൻ എന്ന് പറയാനില്ല. അങ്ങനെ ഞാൻ അവിടെ ചെന്നിരുന്നപ്പോ അവരോട് ഡെമോ ചെയ്യിപ്പിച്ചു. 3 ഡെമോ ആണ് ചെയ്യിപ്പിച്ചു. ഫസ്റ്റ് ഡേയിൽ തന്നെ 3 ഡെമോ ചെയ്യിപ്പിച്ചു. ഞാൻ പ്രിപ്പയർ ആയിട്ട് പോയിരുന്ന ഡെമോ ഞാൻ നല്ല ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. മാം പറഞ്ഞ അഡ്വൈസ് പോലെ തന്നെ മാം പറഞ്ഞ അതേപോലെ PPT ഉണ്ടാക്കി, ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് എല്ലാതും ഉണ്ടാക്കിയിട്ട് നല്ല കറക്റ്റ് ആക്കി വെച്ചിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ ഓൺ ടൈം ഡെമോ തന്നു, 2 ബുക്ക് തന്നിട്ട്. പക്ഷെ അത് നമുക്ക് അറിയാം അവിടുന്ന് എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ അറിയാലോ. അതുകൊണ്ട് അതുപോലെ തന്നെ നല്ല ഉഷാറായിട്ടൊക്കെ ക്ലാസ് എടുത്തു കൊടുത്തു. അപ്പഴേ മാം അവിടുന്ന് പ്രിൻസിപ്പൽ മാം മുന്നിലുണ്ടായിരുന്ന മാം പറഞ്ഞു നല്ല വോയിസ് ഒക്കെ നല്ല ഓഡിബിൾ ആണ്. ഈവൻ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് പോലും കേൾക്കാം. പിന്നെ ക്ലാസ് റൂം മാനേജർ കുട്ടികളോട് മിങ്കിൾ ചെയ്ത് ഇതൊക്കെ നല്ല ഓക്കെയാണ്. ബോഡി യൂസ് ചെയ്യണതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. എങ്ങനെ എങ്ങനെ വന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ് പോന്നപ്പോ മാം വിളിക്കാന്ന് പറഞ്ഞു. സാധാരണ നോർമലി എല്ലാവരോടും പറയുന്ന പോലെ എന്നോടും പറഞ്ഞു. പക്ഷെ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല, കാരണം ഫസ്റ്റ് ഇന്റർവ്യൂ, അതും സൗദി അറേബ്യയിൽ വന്നിട്ട് ഞാൻ ഇവിടെ ഒരു സ്കൂളിൽ പോലും പോയിട്ടില്ല. എന്റെ കുട്ടികളെ ചേർത്താൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അവരിപ്പോ ഓൺലൈൻ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ അവരെ കൂടെ അതിലേക്ക് ആഡ് ചെയ്യാൻ ഇവിടെ ചേർത്തണം എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് കേറിയിട്ട് ചേർത്താന്നുള്ള ഒരു ഇതിൽ നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ കണ്ടിട്ടേ ഇല്ല. ഒരു സ്കൂളുമായിട്ടില്ല യാതൊരു പരിചയമില്ലാണ്ടാണ് ഞാൻ സ്കൂളിൽ ഇന്റർവ്യൂവിന് പോകുന്നത്. അതുകൊണ്ട് എനിക്കൊരു പേടി, കിട്ടില്ലായിരിക്കാം എന്നുള്ളൊരു പ്രതീക്ഷ. പക്ഷെ മാം പെട്ടെന്ന് വിളിച്ചു, പിറ്റേ ദിവസം തന്നെ വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആകെ ഷോക്കായി പോയി. ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? അങ്ങനെ മാം എനിക്ക് എങ്ങനെയാണ് കിട്ടുന്നത്. വേക്കൻസി ആ അറിഞ്ഞത്? സ്കൂളിലേക്കുള്ള വേക്കൻസി എങ്ങനെ അറിഞ്ഞത്?
വേക്കൻസി നമ്മളിവിടെ ഉള്ള ഒരു ഗ്രൂപ്പിൽ വന്നതാണ്. ഇവിടെ ഉള്ള മലയാളീസിന്റെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു കണ്ട സമയത്ത് ഓരോ അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് അപ്ലിക്കേഷൻ അങ്ങനെ കൊടുത്തു. പോയതാണ്. ഞാൻ മാം പറഞ്ഞ പോലെ തന്നെ കവർ ലെറ്ററും CV ഒക്കെ സെൻഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ പറഞ്ഞ മെജൂസ് അങ്ങനെയാണ് അവർ പാർക്കിൽ വന്ന ഇന്റർവ്യൂ ട്രെയിനിങ് പോലെ തന്നെ അങ്ങോട്ട് ചെയ്തു. അവർ വിളിച്ചു. അതിൽ നിന്ന് സെലക്ഷൻ കിട്ടി അതേപോലെ വിളിച്ചു. തന്നെ ചെയ്തു. യാ ഈ 2 months ചെയ്തു. കോഴ്സ് എടുത്തല്ലോ കമ്പ്യൂട്ടറിന്റെ നാട്ടിൽ നിന്ന്. അതിൽ യാ എന്തൊക്കെയുള്ള കോഴ്സാണ് എടുത്തിരുന്നു. എടുത്തത്? ടീച്ചറിനുള്ള ട്രെയിനിങ് എടുത്തത് അതോ അവിടുന്ന് എന്താ പഠിച്ചത്? അല്ല, ടീച്ചേഴ്സിനുള്ള വേറെ കോഴ്സ് ഉണ്ടല്ലോ, ടീച്ചർ ട്രെയിനിങ്. ടീച്ചേഴ്സിനുള്ള വേറെ കമ്പ്യൂട്ടർ കോഴ്സ്. ഇതല്ല, ഇത് ഞാൻ സിമ്പിൾ ആയിട്ട് ജനറൽ ആയിട്ടുള്ള ELO എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ആയിരുന്നു. അത് വേർഡ് 2 month എക്സൽ കൊണ്ട് ഒക്കെ അല്ലേ? എല്ലാത്തിന്റെ ബേസ് ആയിട്ട് പഠിപ്പിക്കും. ആ വേർഡ്, കമ്പ്യൂട്ടറിന്റെ എക്സൽ, ബേസിക് പവർ പോയിന്റ് കോഴ്സ് ഇങ്ങനെ പഠിച്ചു. എല്ലാതും കൂടെ. കമ്പ്യൂട്ടറിന്റെ യാ ബേസിക് കോഴ്സ് പഠിച്ചു. പിന്നെ അഡീഷണൽ വന്നത് മാസ്റ്റർ ആ തഫൽ ദസോൾ എടുത്തു. മെജൂസ് പാർക്കിന്റെ ഇന്റർനാഷണൽ ടീച്ചർ എടുത്തു. ട്രെയിനിങ് കോഴ്സ് എടുത്തു. അങ്ങനെ 8 years കരിയർ ഗ്യാപ്പിൽ അത് ഉണ്ടെങ്കിലും എടുത്തു. വന്ന് പിന്നെ പ്രിപ്പയർഡ് ഡെമോ ഉം. ആയിട്ട് പോയി. അത് കൂടാതെ അവര് ഓൺ ടൈം ഡെമോ ആ നമ്മള് ട്രെയിനിങ്ങിൽ രണ്ടും ട്രെയിൻ ചെയ്തിട്ടുണ്ടല്ലോ, ഓൺ ആ ടൈമും പ്രിപ്പയർഡും അതുപോലെ ചെയ്തു അല്ലെ? യാ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ചെയ്തു. എങ്ങനെയാണ് ആ ഇവിടുത്തെ ഒരു ചെയ്തു മാം. ഇംഗ്ലീഷ് ടീച്ചർ ആയിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണൽ സ്കൂളിൽ അല്ലെ? ഇംഗ്ലീഷ് ടീച്ചർ. അപ്പോ ഇവിടുത്തെ ഒരു അതെ. ഇംഗ്ലീഷിൽ ഉം. സംസാരിക്കുമ്പോഴൊക്കെ നാട്ടിൽ നിന്നുള്ള ഒരു വ്യത്യാസം തോന്നിയോ? അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമുണ്ട് നാട്ടിലുള്ളവര്? ഭയങ്കര പേടിക്കണോ? നമുക്ക് മനസ്സിലാവില്ല ഇവരോട് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോ ഭയങ്കര എങ്ങനെയാണ്? പേടിക്കണ്ട. ആ ഇല്ല മാം, ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ പേടിച്ചിരുന്നിട്ടാ അങ്ങനെ ഒരു പ്ലേസിൽ നമ്മൾ എത്തുമ്പോൾ നമ്മളങ്ങോട്ട് പറഞ്ഞു പോകും. അതായത് അപ്പൊ നമുക്ക് എനിക്ക് മലയാളം തോന്നുന്നു അല്ല ഇൻഷാ അള്ളാ ഒരു ഇംഗ്ലീഷിൽ 1 month 2 month പറയേണ്ടതാകുമ്പോ കൊണ്ടൊക്കെ ആ ഞാൻ എന്തായാലും ഓക്കെ ആവുമെന്ന് എനിക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട്. കാരണം നമുക്ക് അറിയാലോ, നമ്മളത് പറയായിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ നമ്മൾ എന്തായാലും അത് പറഞ്ഞ് പഠിക്കും. ഓക്കെ. അറ്റസ്റ്റേഷൻ ഒക്കെ അവിടുന്ന് വരുമ്പോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു സർട്ടിഫിക്കറ്റ്? ചെയ്തിട്ടുണ്ട്. അത് മാം ഏത് പറഞ്ഞ അറ്റസ്റ്റേഷനാ പോലെ ഞാൻ ചെയ്തത്? UAE അറ്റസ്റ്റേഷൻ ആയിരുന്നു. UAE UAE ചെയ്തത്. അറ്റസ്റ്റേഷൻ ചെയ്തു. അപ്പോസ്റ്റലും UAE രണ്ടും ഉണ്ടാതെ UAE ഉം. മാത്രമാണോ ചെയ്തത്? അല്ല, രണ്ടും ചെയ്തിട്ടുണ്ട് മാം. അപ്പോസ്റ്റലും എന്താ UAE അറ്റസ്റ്റേഷനും ചെയ്തു. UAE അറ്റസ്റ്റ്. UAE അറ്റസ്റ്റേഷനും ചെയ്തു. ഇപ്പോ ഫാമിലി വിസയിലാണ് ഉള്ളത് അല്ലെ? അതെ, ഫാമിലി വിസ. ഫാമിലി അതുപോലെ മാം, എന്റെ വിസയിലാണ്. മക്കൾ ഇപ്പോ വിസിറ്റിംഗ് വിസയിലുള്ളത്. അങ്ങനെയുള്ളവർക്ക് അതുകൂടി ഉപകാരമാവും. മക്കള് അതൊന്ന് പറഞ്ഞു. രണ്ടുപേര് വിസിറ്റിംഗ് വിസയിലുള്ളത്. മാം അപ്പോ അന്ന് പറഞ്ഞിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടെ വിസ എടുത്തിട്ട് വരണമെങ്കിൽ നല്ല എക്സ്പെൻസ് ആവുമല്ലോ. അതെ. മാം അന്ന് പറഞ്ഞത് കേട്ടിട്ടാ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞത് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ ഉം. നമ്മൾ എന്ത് ചെയ്ത്, മക്കളെ രണ്ടുപേരെ ഓൺലൈൻ, മാം പറഞ്ഞു നല്ല ഓൺലൈൻ സ്കൂൾ ഉണ്ട്. അതും മാം പറഞ്ഞതാ, നല്ല ഓൺലൈൻ സ്കൂൾ ഇവിടെ ചെറിയ സ്കൂളിലൊക്കെ ചെറിയ പൈസ ഒക്കെ കുട്ടികളാക്കുന്നതാണ് നല്ലത്. ഒരു ഓൺലൈൻ സ്കൂൾ നല്ലത് കിട്ടാണ്ട് നല്ല പഠിക്കും. ഞാൻ അതുപോലെ എന്റെ മക്കളെ ഒരു iKids ഒരു ഇന്റർനാഷണൽ സ്കൂൾ ഉണ്ട്, നമ്മുടെ മലപ്പുറത്ത് തന്നെ ഉള്ളതാ. അതിൽ മക്കളെ ആക്കി രണ്ടുപേരും, ഒരാൾ 7th-ലും ഒരാൾ 1st standard-ലും പഠിക്കും. നല്ല സ്കൂളാണ്, മക്കൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നല്ല ഉഷാറാണ്. അപ്പൊ മോർണിംഗ് ടു ഉച്ച ഓൺലൈനിലൂടെ വരെയാണ് മക്കളെ ക്ലാസ് ഉണ്ടാവുക. പഠിപ്പിക്കുന്നു അല്ലെ ഷിപ്ന? നമ്മുടെ ആളുകൾക്ക് യാ മനസ്സിലാകാനാണ്. കാരണം നമ്മുടെ ഇനിയിപ്പോ ഇൻഷാ നാട്ടിലുള്ളവർക്ക് ഒരു അള്ളാ ഐഡിയ ഇല്ല. എന്റെ സ്കൂളിലോട്ട് മാറ്റാലോ. അതെ. ആ അപ്പോ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, അതായത് പിന്നെ നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടും കൂടെ പറയാണ്. കാരണം അവർക്ക് ഒരുപാട് ക്ലാരിറ്റി കിട്ടണം. അവരിങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നതാണ്. ഒരുപാട് ക്യാഷ് ആകും. പിന്നെ അറ്റസ്റ്റേഷന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞു അപ്പോസ്റ്റലും UAE എടുത്തു. 8 years കരിയർ ഗ്യാപ്പ് ഉണ്ടെങ്കിലും നമ്മുടെ ഒരു ട്രെയിനിങ് എടുത്തു. അതുപോലെ നാട്ടിൽ നിന്നൊരു ഇംഗ്ലീഷിന്റെ ട്രെയിനിങ്ങും എടുത്തു. ചെറിയൊരു ഷോർട്ട് കോഴ്സും എടുത്തു കമ്പ്യൂട്ടറിൽ. പിന്നെ വരുന്ന സമയത്ത് ഷിപ്ന വിസയിലും ഹസ്ബൻഡിന്റെ വിസയിലും മക്കളെ വിസിറ്റ് വിസയിലുമായിട്ട് കൊടുത്തു. എന്നിട്ട് മക്കൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ പറയുന്ന പോലെ ഓൺലൈനിൽ നല്ലൊരു ചെറിയൊരു മോള് കൂടെ ഉണ്ട് മാം. ആ ഒരു 2.5 ഇയർ ആ ആയിട്ടില്ല. മോൾ ടു എന്താ ആൻഡ് ചെയ്യാ? ഹാഫ് ഇയർ ആയ ഒരു മോളുണ്ട്, ചെറുത്. മോൾ എന്താ ചെയ്യുന്നത്? ആ മോളെ ഞാൻ വിസയിലാക്കിയിട്ടാ വന്നേ. ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് അവളെ വിസയിലാക്കി. ഇനി എന്തെങ്കിലും ഇഷ്യൂ വന്ന് മറ്റവരെ പറഞ്ഞയക്കണമെങ്കിൽ ഇവളെ പറ്റില്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ. അപ്പോ നിങ്ങൾ അങ്ങനെ രണ്ടും ഞാൻ അവളെ വിസയിലാക്കി, വിസയിലാക്കി. മറ്റവരെ ഇനിയിപ്പോ ഞാൻ വിസിറ്റിലും ആക്കി. സ്കൂളിൽ പോകുന്ന സമയത്ത് ഉം. സ്കൂളിൽ പോകുന്ന സമയത്ത് വലിയ മോള് ഇവിടെ ഉള്ള, എന്തായാലും അവരുടെ ക്ലാസ് ഉച്ച വരെയല്ലേ ഉള്ളൂ. അപ്പൊ ആ നാട്ടിലെ ഉച്ച വരെ എന്ന് പറയുമ്പോ ഇവിടെ എന്തായാലും നേരത്തെ കഴിയും. അതുകൊണ്ട് അതെ. മോള് നോക്കാനുണ്ടല്ലോ. വലിയ മോൾക്ക് പ്രശ്നം തോന്നണില്ല, അൽഹംദുലില്ലാ. അപ്പൊ ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മക്കളുടെ അവരോട് കാര്യത്തിൽ ചേർത്തുമ്പോഴേക്കും ഹാപ്പിയാണ്. മക്കളുടെ എന്തെങ്കിലും കാര്യത്തിൽ നോക്കിയാ ഹാപ്പിയായി. അപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ടീച്ചേഴ്സിനോട് എന്താ ഷിഫ്നക്ക് ഇനി പറയാനുള്ളത്? ഷിഫ്ന ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നു, എയ്റ്റ് നാട്ടിൽ നിന്ന് ഇയേഴ്സ് വരുന്ന കരിയർ ഗ്യാപ്പ് വന്ന് ആ, ആദ്യമായിട്ടുള്ള സ്കൂളിലെ ഇന്റർവ്യൂ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തു, കേറി കിട്ടി, അതിന്റെ സന്തോഷത്തിലാണ്. ഉം, ഇനി ഇതുപോലെ നാട്ടിലുള്ളവരുണ്ട് ഉം, ഹസ്ബൻഡുമാരുടെ കൂടെ അല്ലെ, ഇവിടെ വന്ന് ഒന്നിച്ച് ഫാമിലി ആയിട്ട് നിൽക്കേണ്ടവര്. ആ,
എന്താണ് അവരോട് ഷിഫ്നക്ക് ഉം. പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? എന്തായാലും ഇങ്ങനെ ഒരു ആഗ്രഹം വെച്ച് നിൽക്കുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ട് കുറച്ച് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വരിക. ആ. എന്നിട്ട് ഹസ്ബൻഡുമാരുടെ കൂടെ കുട്ടികളും മക്കളെ ഈ ലൈഫും കിട്ടും നമുക്ക്. നമുക്ക് പ്രൗഡായിട്ട് നമ്മൾ ആഗ്രഹിച്ച നമ്മളെ എയിമിലോട്ട് എത്താനും പറ്റും. ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ ജേണി പറയണമെന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു LKG UKG പോലും പഠിക്കാണ്ട് ഇപ്പോഴുള്ള കുട്ടികളൊക്കെ അങ്ങനെയല്ലേ. എന്റെ കുറച്ച് കഴിഞ്ഞപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് ആ സിസ്റ്റം ഒക്കെ. പക്ഷെ ഞാൻ പഠിച്ച സമയത്ത് എനിക്കിപ്പോ 31 years ആയി. ഞാൻ പഠിച്ച് സ്റ്റാർട്ട് ചെയ്ത് അന്ന് LKG UKG ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്നും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് അങ്ങനെ ആ ടൈമിൽ അങ്ങനെ സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു പോകുന്ന ഞാനാണ്. അതുകൊണ്ട് എന്താ പറയാ, ഇംഗ്ലീഷ് പേടിച്ചിട്ടൊന്നും ആരും വരാണ്ടിരിക്കണ്ട. എന്തായാലും വരിക, ഇംഗ്ലീഷ് പേടിച്ചിട്ട് പോവുക, എന്തായാലും വരാണ്ടിരിക്കണ്ട. കിട്ടും. മക്കളെ വിസിറ്റിലേക്ക് മാറ്റാം. ആ, ധൈര്യമായിട്ട് അവരൊന്ന് ട്രെയിൻ ചെയ്തിട്ട് ഇങ്ങോട്ട് കയറി ധൈര്യമായിട്ട് വരാം. പോന്നാൽ കിട്ടും. അതും ആ, ഇന്റർനാഷണൽ എന്തായാലും ആ സ്കൂളില് ട്രെയിനിങ് കോഴ്സ് എടുക്കണം ഇംഗ്ലീഷ് മാം. ടീച്ചർ. ആ. ആ, മാമിന്റെ ട്രെയിനിങ് കോഴ്സ് എടുത്ത അത്രയും ഹെൽപ്ഫുൾ ആണ്. അതെന്തായാലും എടുക്കണം എല്ലാവരും. കാരണം അതിൽ പറയുന്ന വെച്ചിട്ട് മാത്രമാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയത്. എനിക്കല്ലാണ്ട് ഞാൻ സത്യം പറയണെങ്കിൽ മാം, നമുക്കിവിടെ ഞാൻ ഫസ്റ്റ് ടൈം വിസിറ്റിൽ വന്ന സമയത്ത് ഞാൻ ഇവിടെ വേറെ ടീച്ചേഴ്സിനോട് ചോദിച്ചു. ആ ടീച്ചർ ഇത് കാണുന്നുണ്ടോ എന്ന് അറിയില്ല, കാണുകയാണെങ്കിൽ മനസ്സിലാവും. ആ ടീച്ചറോട് ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ സ്കൂളിൽ കയറാൻ എന്താ വേണ്ടത്? കാരണം ഒന്നും അറിയില്ല. അന്ന് ഞാൻ മുനിറ മാമിനെ പരിചയപ്പെട്ടിട്ടില്ല ആ സമയത്ത്. അന്ന് ഞാൻ ചോദിച്ചപ്പോ എന്തൊക്കെയോ പറഞ്ഞിട്ട് വലിയ എന്തോ സംഭവങ്ങൾ. പേടിപ്പിക്കുന്ന പോലെ, അത് വേണം ഇത് വേണം അങ്ങനെ ചെയ്യണം അറ്റസ്റ്റ് ചെയ്യണം അത് അങ്ങനെ അങ്ങനെ. അന്ന് ഞാൻ പേടിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു അതൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. ആ ഒരു മൈൻഡിലെത്തി. അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാൻ കുറെ ആളുകൾ ഉണ്ടാവും. ആരും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല നേരെ വിശ്വാസത്തിൽ വരിക, അങ്ങോട്ട് പോരുക, നമ്മള് അത്രേ ഫോളോ ഉള്ളൂ. ചെയ്യുക. നമ്മുടെ ഫ്രീ മീറ്റിങ്ങിലും കഴിയും, കാണും. എല്ലാരെ കൊണ്ടും പറ്റും. അവർക്ക് എന്നെ കൊണ്ട് വേണ്ടി തന്നെ അത് പറ്റിയിട്ടുണ്ടെങ്കിൽ കൊടുക്കും. നിങ്ങളെ കൊണ്ടും പറ്റും. ഓക്കെ ഷിഫ്ന, ആ, താങ്ക് യു സോ മച്ച്. ആ, അപ്പൊ എനിക്ക് നമ്മുടെ ടീച്ചേഴ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, പലരും നമ്മളടുത്ത് വരാറുണ്ട്. ഇപ്പൊ ഷെഫ്ന ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല അവർക്ക്. ഇപ്പൊ എന്റെ കേസിലാണെങ്കിലും ഞാൻ ഷെഫ്ന പറഞ്ഞപ്പോ ഓർക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് 2007 ഒരു CBSE സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറുണ്ട്. ബാംഗ്ലൂർ കൊടക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നുള്ള ടീച്ചറാണ്. അവര് ചെറിയ ക്ലാസ്സിലെ ടീച്ചറാണ്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട് പോവാന്. അപ്പൊ ഇതേപോലെ അവര് പറഞ്ഞു, ഇംഗ്ലീഷ് നന്നായിട്ട് ഫസ്റ്റ് അവര് നോക്കുക നമ്മുടെ ഇംഗ്ലീഷ് ആണ്, എന്നിട്ടാണ് അവര് നമ്മുടെ സബ്ജക്റ്റിന്റെ നോക്കുന്നത്. നല്ല ഇംഗ്ലീഷ് വേണം, ഞാൻ പഠിച്ചതൊക്കെ ബാംഗ്ലൂരാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. ഞാൻ നന്നായിട്ട് പേടിച്ചതാണ്. അപ്പൊ അത് ഞാൻ ഷെഫ്ന പറയുമ്പോ, ഷെഫ്ന അല്ല ഷിഫ്ന, ഷിഫ്ന പറയുമ്പോ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാണ്. സോ ടീച്ചേഴ്സ്, പേടിച്ചിരിക്കണ്ട. നിങ്ങൾ നല്ല സ്മാർട്ടായിട്ട് നന്നായിട്ട് വന്ന് പെർഫോം ചെയ്യുക. എല്ലാ സാറ്റർഡേയും 8 o'clock നമ്മുടെ ഫ്രീ മീറ്റിംഗ് ഉണ്ട്. അതിൽ ക്യാഷ് പിന്നെ മാം, പെയ്ഡ് ഒന്നുമില്ല. ഡെമോ നല്ല ധൈര്യമായിട്ട് വന്നോളൂ. ഉഷാറായിട്ട് എടുക്കുക. എങ്ങനെ? ഡെമോ മാം, നല്ല ഉഷാറായിട്ട് ഡെമോ അങ്ങോട്ട് എടുത്താൽ മതി. അവരെന്തായാലും സെലക്ട് ചെയ്യും. കാരണം അതെ, നമ്മളെ കൊണ്ട് പറ്റുന്ന അവർക്ക് മനസ്സിലാവും. ആ ഡെമോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഫ്രീ മീറ്റിംഗിൽ വന്ന് അവിടെ നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഷിഫ്നന്റെ ഒരു കരിയർ ജേണി കിട്ടിയല്ലേ. ഇനി വീണ്ടും വീണ്ടും നമ്മൾ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങളുടെ കോൺഫിഡൻസ്, ആക്ഷൻ എടുക്കുക, മുന്നോട്ട് വരിക. ഇത്രയേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ്.